ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കണം കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴമാണ് ആവശ്യമുള്ളത്. പഴം അതിൻ്റെ തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒരു മാഷറോ അല്ലെങ്കിൽ കൈവച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കാം. തീരെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇപ്പോൾ 2 പഴവും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം. കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെ കയ്യിൽ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പഴം ഉടച്ചു വെച്ചിട്ടില്ലേ, ആ പഴത്തിലുള്ള ജലാംശം മാത്രം മതി ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. ഞാനിവിടെ ഒരു സ്പാച്ചില വെച്ചിട്ടാണ് ഇതേമാതിരി ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ടും ഇതേമാതിരി കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് 1 സ്പൂൺ ഉപയോഗിച്ച് ഇതേമാതിരി കോരി ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ നമ്മുടെ പൊക്കുവട മാതിരി തന്നെയാണ് ഈ സ്നാക്കും. അത്രക്ക് ടേസ്റ്റുമാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വശവും മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി 2-3 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ വശവും നന്നായിട്ട് മുരിഞ്ഞു കിട്ടുന്നതാണ്. രണ്ട് വശവും നന്നായിട്ട് ഒരു ചുവന്ന കളർ വരുന്നത് വരെ മുരിപ്പിച്ചെടുത്ത് കോരി മാറ്റി വെക്കാവുന്നതാണ്. തീരെ എണ്ണ കുടിക്കാത്ത ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.